Good evening, friends. Welcome to the Daily Analysis program. എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ചാർട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, നിഫ്റ്റി ഓൾറെഡി ഒരു നെഗറ്റീവ് ഇതിലാണ്. ലാസ്റ്റ് വീക്ക് പറഞ്ഞായിരുന്നു നെഗറ്റീവ്. ഇന്നലെ കുറച്ച് വോൾട്ടൈൽ കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നൊരു ഈസി ട്രേഡ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു സോൺ ഞാൻ ഇവിടെ ഈ ഒരു സോണ് ക്രോസ് ചെയ്താൽ ഇവിടെ തന്നെ എൻട്രി എടുത്തു. ഇത് നമ്മുടെ ഫുൾ ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്തു. സോ ലാസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഇതുവരെയും 25-6 എൻഡ് വരെയും ഹോൾഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 1:3 1:3 കിട്ടിയപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ നിഫ്റ്റി നല്ലൊരു നെഗറ്റീവാണ്. നിഫ്റ്റി നല്ലൊരു നെഗറ്റീവ് സോണിലാണ്. വീക്ക്ലി ക്യാൻഡിൽ നോക്കിയാലും വീക്ക്ലി ക്യാൻഡിൽ എടുത്താലും ഇപ്പോൾ ഒരു നെഗറ്റീവ് തന്നെയാണ്. നമുക്കടുത്തത് 25 താഴെ വരാനുള്ള ചാൻസ് വരെ കാണുന്നുണ്ട്. നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്, 24,900. സോ അതുവരെ മൂവ് ആവുമെന്ന് അറിയത്തില്ല, ബട്ട് അതുവരെ കാണാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ബട്ട് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്ര ഒരു നെഗറ്റീവ് അല്ലായിരുന്നു കമ്പയർഡ് ടു നിഫ്റ്റി. ബിക്കോസ് ബാങ്ക് നിഫ്റ്റിയിൽ HDFC ബാങ്കും ICICI ബാങ്കും അല്പം ഒന്ന് പോസിറ്റീവ് ആയിരുന്നു. സോ ബാങ്ക് നിഫ്റ്റി ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കാം. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇന്നലെ പറഞ്ഞത്. നിഫ്റ്റി വളരെ നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. സോ ഈ ഒരു ഗ്യാപ്പ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഗ്യാപ്പ് ഫർദറും ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ്പ്. സോ റിക്കവറി അത്ര എളുപ്പമാവില്ല. കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ റിക്കവറി എളുപ്പമാവുള്ളൂ. സോ ഇതേപോലെ ഒരു ഷാർപ്പ് റിക്കവറി ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ. നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് സോൺ, ഈ ഒരു ബ്രേക്ക്ഔട്ട് സോൺ സപ്പോർട്ട് സോൺ ആണ്. ബട്ട് ഒരു ഫർദർ കുറച്ചും കൂടെ ഒരു മൂവ്മെന്റിനുള്ള ചാൻസ് കാണുന്നുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പ് അത്ര ഒരു നെഗറ്റീവ് അല്ല, ബട്ട് സ്റ്റിൽ ഒരു നെഗറ്റീവ്. ഇന്ന് ഒരു നല്ലൊരു ഫോൾ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് നല്ലൊരു ഫോൾ ആയിരുന്നു. സിൽവർ നോക്കുകയാണെങ്കിൽ സിൽവർ ഓൾറെഡി പറഞ്ഞാണ്, സിൽവർ ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോസിറ്റീവാണ്. ഗോൾഡും ഒരു പോസിറ്റീവാണ്. ഗോൾഡ് ഗ്യാപ്പ് അപ്പ് ഓപ്പണായി പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിന് ചെറിയൊരു സെല്ലിംഗ് കാണുന്നുണ്ട്. റീട്രേസ് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ 50% റീട്രേസ് ആയാൽ പിന്നെ ഇതൊരു അൺട്രേഡബിൾ സോണാണ്. പിന്നെ ഒരു ഫർദർ മൂവ്മെൻറ്റിന് വലിയ സ്കോപ്പില്ല. സോ ഈ ഒരു മൂവ്മെൻറ്റിന് ഇതുവരെ 92,000 വരെ, 92,000 93,000 വരെ ഓക്കെ ആയിരുന്നു. പക്ഷെ അതിന് താഴെ വരാണെങ്കിൽ അത് വലിയ മൂവ്മെൻറ്റിനുള്ള സ്കോപ്പില്ല. ഓക്കെ, സോ ഇതെല്ലാമാണ്. നമുക്ക് ഇന്ന് ഹീറ്റ് ചാർട്ട് നോക്കാം. ഹീറ്റ് ചാർട്ട് ഫുൾ ബ്ലഡ് ബാത്ത് ആയിരുന്നു ഇന്ന്. എല്ലാ ഇൻഡെക്സസും ഡീപ്പ് റെഡ് ആണ്. നിഫ്റ്റി 50 1.38, അതിൽ ഡോട്ടർ റെഡ് ഈസ് 0.46, HDFC ബാങ്ക് 0.28 ആൻഡ് ടാറ്റ കൺസ്യൂമർ 0.28. സോറി, ICICI ബാങ്ക് നെഗറ്റീവ് ആയിരുന്നു. HDFC ബാങ്ക് മാത്രമേ പോസിറ്റീവ് ഉള്ളായിരുന്നു. എറ്റേണൽ 3.59, ജിയോഫിൻ 3.72, വിജയ ഫിനാൻസ് 3.89, ഐഡിയൻ 3.96. ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. നെക്സ്റ്റ് 50ൽ ഹിന്ദുസ്ഥാൻ സിങ്ക് മൂവ്മെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 2.97, LICI 0.03 മാത്രം അപ്പായിരുന്നു. ഡൗൺ നോക്കുകയാണെങ്കിൽ ലോദ 6.32, LTIM 7.02 ആൻഡ് ഹാവൽസ് 7.06 ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് ദീപക് NTR 4.52, ഹോണറ്റ് 1.33, ദൽ ഭാരത് 1.05 ഡൗൺ ആയിരുന്നു. JCL KEI ഓബറോയ് റിയാലിറ്റി 7.69, UPL 8.15 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ജിൻഡൽസോ ഇന്നലെയും അപ്പായിരുന്നു, ഇന്നും 3.74 അപ്പായിരുന്നു. സൺ TV 2.05, വാൻകാർഡ് 1.68, ഡേറ്റ പാറ്റേൺസ് 8.99 ഡൗൺ ആയിരുന്നു. ഓല ഇലക്ട്രിക് 8.00, ശോഭ 10.26, ന്യൂജൻ 15% ഡൗൺ ആയിരുന്നു. സോ പോർട്ട്ഫോളിയോ എല്ലാം നല്ല ഡീപ്പ് റെഡാണ്. നോ വറീസ് ഗൈസ്, ഇതെല്ലാം മാർക്കറ്റിലുള്ള ഒരു ഇതാണ്. നമുക്ക് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും ഇതേപോലത്തെ ഡേയ്സ് വരുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോസ്. അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളൊരു ഒരു ഒരു സെല്ലിങ്ങിനുള്ള ഒരു അവസാനം എൻ്റെ ബോട്ടം ഔട്ട് ആയെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് വരുന്നുണ്ട്. മീൻസ് റിറ്റെയിലേഴ്സ് ആർ പാനിക്കിങ്,
ദെൻ അതാണ് നമ്മുടെ സെല്ലിങ്ങിൻ്റെ ഒരു അവസാനം. ബട്ട് ഒരു ഇമ്മീഡിയറ്റ് ഒരു ഇതുണ്ടാവത്തില്ല, ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടാവത്തില്ല, ബട്ട് ഒരു കൺസോൾട്ടേഷൻ ഫർദർ കുറച്ചും കൂടി ഒരു സെല്ലിങ് വന്നിട്ട് കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പോകുന്നത് നോക്കാം. ഓക്കെ, സോ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് ഇൻഡെക്സസും കൂടെ ഒന്ന് നോക്കാം. ഇൻഡെക്സ് സെക്ടോറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ സെക്ടോറൽ ഇൻഡെക്സ് നിഫ്റ്റി ഓട്ടോ 2.48, നിഫ്റ്റി ബാങ്ക് മാത്രം 0.81 ഡൗൺ ആയിരുന്നു. ഫിനാൻഷ്യൽ സർവീസ് 1.16, FMCG 1.48, നിഫ്റ്റി IT 2.06 ഡൗൺ ആണ്. എല്ലാ ഇൻഡെക്സും ഡൗൺ ആയിരുന്നു. നിഫ്റ്റി മീഡിയ 1.75, നിഫ്റ്റി മെറ്റൽ 1.89, നിഫ്റ്റി ഫാർമ 1.91, നിഫ്റ്റി PSU ബാങ്ക് 1.31, നിഫ്റ്റി റിയാലിറ്റി 5.04. നിഫ്റ്റി റിയാലിറ്റി ഒത്തിരി നാളായിട്ട് നെഗറ്റീവ് വരെ, ഇന്ന് 5% ഒരു ഇൻഡെക്സ് ഒക്കെ ഫോളോ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഫോളിൻ്റെ ഒരു ഡെപ്ത്. ഓക്കെ, സോ ഓക്കെ ഗൈസ്, നാളെ പുതിയൊരു വീഡിയോസും കാണാം. നാളെ എനിക്ക് പ്രത്യേകിച്ച് ട്രേഡ് നോക്കാൻ നാളെ ട്രേഡൊന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഓൾറെഡി നല്ലൊരു ഫോളാണ്, കണ്ടിന്യൂസ് 3 days ഫോളുണ്ട്. ചെറിയൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് ട്രേഡ് എടുക്കാം, ഇല്ലെങ്കിൽ ഈ വീക്ക് ക്ലോസിന് വേണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചെറിയൊരു റിവേഴ്സൽ വേണ്ടിയാണ് 25,000 ചെറിയ റിവേഴ്സൽ ട്രേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ 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 ഗൈസ്, താങ്ക്സ്, ബൈ ബൈ.